ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാതെ സ്റ്റീം ചെയ്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ചിക്കൻ കറിയുടെ കൂടെയും ഫിഷ് കറിയുടെ കൂടെ എല്ലാം നല്ല ടേസ്റ്റിയാണ്. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റൈസ് ബോൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം ആ അളവിലാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലോട്ട് അല്പം ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ, വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ വെള്ളമെല്ലാം നന്നായി ബോയിലായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് തേങ്ങയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സായിട്ട് നന്നായി ഒന്ന് തിളച്ച് വരണം. ഇപ്പം എല്ലാം കൂടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നന്നായി ഒന്ന് എല്ലാം മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒന്ന് നന്നായി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ്സ് ഒന്ന് മൂടി വയ്ക്കണം. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി മാറ്റിയിട്ട് ഇതൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ അരിപ്പൊടി ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് ചൂട് പോകുന്നതിന് മുൻപ് തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് നമുക്കിതൊന്ന് എല്ലാം കൂടെ ചേർത്ത് കുഴച്ച് സെറ്റാക്കി എടുക്കാം. നമുക്കിത് കുഴയ്ക്കുന്ന സമയത്ത് കയ്യിൽ സ്റ്റിക്കിനെസ് വരികയാണെങ്കിൽ കുറച്ച് വെള്ളം തൊട്ട് കൊടുത്താൽ മതിയാവും. കയ്യിൽ അല്പം വെള്ളം ചേർത്ത് കുഴച്ച് പെട്ടെന്ന് അത് നമുക്ക് കയ്യിൽ സ്റ്റിക്കിനെസ് വരാതെ തന്നെ പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ മാവ് കുഴച്ചത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഇനി നമുക്ക് എല്ലാം ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് സ്വല്പം വെള്ളം നമുക്ക് കയ്യിലാക്കി കൊടുക്കാം. എന്നിട്ട് ചെറിയ ബോൾസ് ആക്കി നമ്മളൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ റൈസ് ബോളെല്ലാം ഞാൻ റൗണ്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. നമുക്ക് ഇഡ്ഡലി തട്ട് എടുത്ത് അതിൽ അല്പം വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇനി നമുക്കിതിൽ ഓരോ തട്ടിലും കുറേശ്ശെയായിട്ട് ബോൾസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കണം. ഇതുപോലെ ഓരോ തട്ടിലും നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് ബോൾസ് എല്ലാം സ്റ്റീം ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റാണ് ഞാനിത് ആവി കയറ്റിയത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്തതാണ്. ഇനി ഇതൊന്ന് നമുക്ക് താളിച്ചെടുക്കാം. താളിക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകെല്ലാം ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് വേപ്പിലയും ഒരു 3 ഉണക്കമുളക് പൊട്ടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം.
എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് റൈസ് ബോൾസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് ബോൾസ് എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.